കൊച്ചിയിലെ മോഡലിംഗിന്റെ മറവിൽ മനുഷ്യക്കടത്ത് തുടങ്ങിയത് 5 വർഷം മുൻപെന്ന് കണ്ടെത്തൽ. കോവിഡിന് ശേഷമാണ് ബിലാലിന്റെയും സിന്ധുവിന്റെയും നേതൃത്വത്തിൽ റാക്കറ്റ് തുടങ്ങിയത്. ഇവന്റ് മാനേജ്മെന്റ് കമ്പനി രൂപീകരിച്ചാണ് യുവതികളെ കടത്തിയത്. ബിലാലിനെയും സിന്ധുവിനെയും അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യും. കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി തിയോഫിനാണ് ചേരുന്നത്. തിയോഫിൻ, ഇതാ ഇപ്പോൾ തന്നെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. 5 വർഷമായി പ്രവർത്തിക്കുന്ന ഒരു സെക്സ് റാക്കറ്റ് ശൃംഖല. ഈ പ്രതികളെ ഇനി കൂടുതൽ ചോദ്യം ചെയ്യുന്നത് വഴി ഇനിയും കൂടുതൽ വിശദാംശങ്ങൾ ലഭിക്കുമെന്ന പ്രതീക്ഷയിലായിരിക്കുമല്ലേ പോലീസ്? അതായത് പ്രതികളെ ഇനി കസ്റ്റഡിയിൽ വാങ്ങി ഒന്നുകൂടി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. പ്രാഥമികഘട്ട ചോദ്യം ചെയ്യലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇവരെ കസ്റ്റഡിയിൽ വാങ്ങി ഒരുമിച്ചിരുത്തിയും പ്രത്യേകമൊക്കെ കൂടുതൽ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. നിലവിൽ പോലീസിന് ഇപ്പോൾ ലഭ്യമായ വിവരമനുസരിച്ചാണെങ്കിൽ അത് വളരെ ഞെട്ടിപ്പിക്കുന്ന വിവരമാണ്. 5 വർഷത്തോളമായി ഈ സെക്സ് റാക്കറ്റ് പ്രവർത്തിക്കുന്നു എന്നാണ് പോലീസിന് ലഭ്യമായിട്ടുള്ള വിവരം. ദുബായ് കേന്ദ്രീകരിച്ച് തന്നെയാണ് പ്രധാനമായും ഇതിൻ്റെ ഒരു പ്രവർത്തനം. ഈ സെക്സ് റാക്കറ്റിന് നേതൃത്വം നൽകിയിരുന്നത് സിന്ധുവാണ്, ഗുരുവായൂർ സ്വദേശിയായ സിന്ധുവാണ്. പക്ഷേ ഇതിൻ്റെ മുഖ്യ സൂത്രധാരൻ ഈ ബിലാലാണ്, മാവേലിക്കര സ്വദേശിയായ ബിലാൽ എന്ന ശ്രീകുമാറാണ്. ഇവർ പരിചയപ്പെടുന്നത് നേരത്തെ ദുബായിൽ ജോലി ചെയ്തിരുന്നു. അതിൻ്റെ പിന്നാലെയാണ് ഇവർ തമ്മിൽ പരിചയത്തിലാവുന്നതും. പിന്നീട് ഈ കോവിഡ് കാലത്തിന് ശേഷം ഇങ്ങനെ ഒരു തട്ടിപ്പ് ആസൂത്രണം ചെയ്ത് ആരംഭിക്കുകയാണ്. ഒരു ഇവന്റ് മാനേജ്മെന്റ് കമ്പനി, അത് കാര്യമായ പ്രവർത്തനങ്ങളൊന്നും ഇല്ലാത്തൊരു കമ്പനിയാണ്. ആ കമ്പനിയുടെ ഒരു കമ്പനി രൂപീകരിച്ച് അതിൻ്റെ മറവിലായിരുന്നു ഈ തട്ടിപ്പെല്ലാം നടത്തിക്കൊണ്ടിരുന്നത്. ഇത് സിന്ധുവിൻ്റെ മകളുടെ പേരിലായിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെ ഒരു കമ്പനി രൂപീകരിച്ച് ഈ കമ്പനിയുടെ പേരിൽ ധാരാളം, അതായത് ഇവർ പെൺകുട്ടികളെയൊക്കെ കണ്ടെത്തുന്നത് ഈ സിന്ധുവും ബിലാലും ഒക്കെ നേരിട്ടോ അല്ലെങ്കിൽ ഇവരുടെ മറ്റു കൂട്ടുപ്രതികളോ മുഖേനയാണ് കണ്ടെത്തിയിരുന്നത്. 6 പ്രതികളാണ് ഇപ്പോൾ ബിലാൽ ഉൾപ്പെടെ ഈ കേസിലുള്ളത്. അത് 1-ാം പ്രതി സിന്ധു, അടുത്തത് 2-ാം പ്രതി ഷംല, 3ഉം 4 പ്രതികളായ അലീന, മഞ്ജിമ, 5-ാം പ്രതി റഹ്മത്ത്, ഏറ്റവും ഒടുവിൽ 6-ാം പ്രതിയായിട്ടാണ് ഇപ്പോൾ ബിലാലിനെ ചേർത്തിട്ടുള്ളത്. കഴിഞ്ഞ ദിവസമാണ് ബിലാലിനെ പിടികൂടിയത്. വെള്ളിയാഴ്ച രാത്രിയാണ് ബിലാലിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. നേരത്തെ, അതായത് സിന്ധുവിനോട് ചോദ്യം ചെയ്തതിൽ നിന്ന് ലഭ്യമായ വിവരമനുസരിച്ചാണ് ഈ ബിലാലുമായുള്ള അടുപ്പവും ഈ ബിലാലിൻ്റെ പങ്കിനെക്കുറിച്ചും ബോധ്യമായത്. അങ്ങനെ ബിലാലിനെ വിളിച്ചു വരുത്തി വിശദമായി ആദ്യം ചോദ്യം ചെയ്തു. അതിനുശേഷമാണ് ബിലാലിനെ കസ്റ്റഡിയിലെടുക്കുന്നത്. പിന്നീട് ഇന്നലെ ബിലാലിനെ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു. ഇവരെ ഒന്നുകൂടി കസ്റ്റഡിയിൽ വാങ്ങാനായി ഇനി കസ്റ്റഡി അപേക്ഷ പോലീസ് നൽകുന്നുണ്ട്. നാളെ തിങ്കളാഴ്ചയാവും കസ്റ്റഡി അപേക്ഷ നൽകുക. തിങ്കളാഴ്ച കസ്റ്റഡി അപേക്ഷ നൽകി കസ്റ്റഡിയിൽ ലഭിക്കുകയാണെങ്കിൽ വീണ്ടും ഇവരെല്ലാം ചോദ്യം ചെയ്യും. ഇതിൽ 2ഉം 5ഉം പ്രതികളായ ഷംലയും റഹ്മത്തും നാട്ടിലില്ല. ഇവർ രണ്ടുപേരും ദുബായിലാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദുബായ് കേന്ദ്രീകരിച്ചായിരുന്നു ഇവരുടെ പ്രധാന ഈ സെക്സ് റാക്കറ്റിൻ്റെ പ്രവർത്തനം. കേരളത്തിൽ നിന്ന് പെൺകുട്ടികളെ കണ്ടെത്തി അത് ബിലാലും സിന്ധുവുമൊക്കെ നേരിട്ടോ മറ്റു കൂട്ടുപ്രതികളൊക്കെ കണ്ടെത്തും. അങ്ങനെ കണ്ടെത്തിയ പെൺകുട്ടികളെ വശത്താക്കി ഈ ബിലാലാണ് ഈ പെൺകുട്ടികളുടെ വീടുകളിൽ ചെന്ന് സംസാരിച്ചിരുന്നത്. ദുബായിൽ നല്ല ജോലി ലഭിക്കും, വലിയ സാധ്യതയുണ്ട്, ധാരാളം പണം ലഭിക്കും, പ്രതിഫലമായി കിട്ടും എന്നൊക്കെ പറഞ്ഞ് സമ്മതിപ്പിക്കുന്നു. അങ്ങനെ ആ ജോലി ബിലാൽ ചെയ്യുമ്പോൾ ഈ ടിക്കറ്റും വിസിറ്റിംഗ് വിസയും ഒക്കെ സംഘടിപ്പിച്ച് നൽകുന്നത് സിന്ധുവാണ്. ഇത് രണ്ടുമാണ് ഇവർ പ്രധാനമായും ചെയ്തിരുന്ന ജോലികൾ. അതിനുശേഷം ഇവരെ ദുബായിലേക്ക് എത്തിക്കുന്നു. ദുബായിൽ ധാരാളം റിയാലിറ്റി ഷോകൾ, ഈ സ്റ്റേജ് ഷോകൾ ഉൾപ്പെടെ നടക്കുന്നു. ഇതിൻ്റെയൊക്കെ അവതാരകരും മോഡലും ഒക്കെ ആയി മാറാൻ കഴിയും. അതിന് വലിയ പ്രതിഫലം ലഭിക്കും. 50,000 രൂപയിലധികം ഓരോ ഷോയ്ക്കും പ്രതിഫലം ലഭിക്കുമൊക്കെ അങ്ങനെയുള്ള വാഗ്ദാനങ്ങളൊക്കെ നൽകിയാണ് പെൺകുട്ടികളെ അവിടേക്ക് ദുബായിലേക്ക് കടത്തിയിരുന്നത്. പക്ഷേ പെൺകുട്ടികളെ കടത്തി ദുബായിൽ എത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവരെ ലൈംഗിക ചൂഷണത്തിന് വിധേയരാക്കുകയാണ് പതിവ്. അതിനുശേഷം ഈ പെൺകുട്ടികളെ, ഈ പരാതിക്കാരി ആദ്യം പരാതി നൽകിയ പെൺകുട്ടിയെ ക്രൂരമായ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയിരുന്നു. എന്നിട്ട് ഒളിക്യാമറ വെച്ച് ഈ ദൃശ്യങ്ങളൊക്കെ പകർത്തി ഇതുപയോഗിച്ച് ബ്ലാക്ക്മെയിൽ ചെയ്യുകയാണ് പതിവ്. അതുകൊണ്ടാണ് അധികം പരാതികൾ ഇതുവരെ വരാത്തത്. എന്തായാലും കൂടുതൽ പരാതിക്കാർ ഇനിയും വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ ദുബായിലേക്ക് കടത്തിയ പെൺകുട്ടികൾ, അവരെക്കുറിച്ചുള്ള വിവരങ്ങളും പോലീസ് തേടുന്നുണ്ട്. ഇതിൽ ആരൊക്കെ എവിടെയൊക്കെയാണ് കുടുങ്ങിക്കിടക്കുന്നവരാണോ, കാരണം ഇവർ ഫ്ലാറ്റിലൊക്കെ അടച്ചിരുന്ന അതായത് ഈ ആദ്യ പരാതി നൽകിയ പെൺകുട്ടി പറഞ്ഞത് അവരെ കൊണ്ട് നിർത്തിയ ഫ്ലാറ്റിൽ 7 or 8 പെൺകുട്ടികൾ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഈ പെൺകുട്ടികളെ അടിമകളാക്കി നിർത്തി ഇവരെ ലൈംഗിക ചൂഷണത്തിന് ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ്. ഇതൊരു വലിയ കച്ചവടമായി ഇവർ നടത്തിക്കൊണ്ടിരുന്ന ഈ റാക്കറ്റ് 5 വർഷത്തോളമായി പ്രവർത്തനം നടത്തുന്നു എന്നാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന വിവരം. എന്തായാലും പ്രതികൾക്കായി കസ്റ്റഡി അപേക്ഷ അടുത്ത ദിവസം പോലീസ് നൽകുന്നുണ്ട്, തിങ്കളാഴ്ച നൽകുന്നുണ്ട്. കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം വിശദമായി ചോദ്യം ചെയ്യും. ഇവരെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. മൊഴികൾ വൈരുദ്ധ്യങ്ങളുണ്ടോ എന്ന് കൂടി പരിശോധിക്കുന്നുണ്ട്. പ്രത്യേകവും ഒരുമിച്ചിരുത്തിയും ചോദ്യം, അങ്ങനെയാവും കൂടുതൽ വിവരങ്ങളിലേക്ക് എത്തുക. എന്തായാലും കൂടുതൽ പേർ കുടുങ്ങുമെന്നൊരു കണക്ക് കൂട്ടൽ ഇപ്പോഴും പോലീസിനുണ്ട് ഈ വിഷയത്തിൽ. ശരി, തിയോഫിനാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.